നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ എറണാകുളം വന്നിട്ടുണ്ടായതാണ് നമ്മുടെ ഒരു അനിയത്തിയുടെ കല്യാണവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ കല്യാണം ഇന്ന് കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ഇപ്പോൾ ആനന്ദ്, അജയ്, രോഹിത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മൂന്നാറേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്തു. അപ്പോഴാണ് ഇന്നിപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് അവിടെ റൂമിലൊക്കെ വിളിച്ചു ചോദിച്ച സമയത്തൊന്നും കിട്ടിയിട്ടില്ല, എല്ലാം ഫുള്ളാണ്. അപ്പോൾ അവസാനം നമ്മളൊരു സുഹൃത്തുണ്ട് ഇവിടെ മൂന്നാറുള്ള, അപ്പോൾ മൂപ്പര് ഹുസൈനിക്ക വിളിച്ച് നമുക്കൊരു റൂം ഇപ്പം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ അടിമാലി എത്തിയിട്ട് വിളിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം റൂമൊന്നും കണ്ടിട്ടില്ല, എന്താണ് റൂമിൻ്റെ പേര് ഒന്നും അറിയില്ല. അപ്പോൾ അവിടെ എത്തിയിട്ട് റൂമും കാര്യങ്ങളൊക്കെ അവിടെ എത്തിയതിന് ശേഷം കാണിക്കാം. അപ്പോൾ അതുവരെ നമുക്ക് അങ്ങോട്ടേക്കുള്ള കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, നമ്മളിപ്പോൾ ചീയപ്പാറ വാട്ടർഫാൾസിൻ്റെ അടുത്തെത്തി. ഇപ്പോൾ വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ കാണാം നിങ്ങൾക്ക്. ഇതൊക്കെ പിന്നെ മൂന്നാർ പോകുമ്പോൾ എല്ലാവരും കാണുന്നതുകൊണ്ട് ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല ഇതിനെപ്പറ്റി. നല്ല തിരക്കുണ്ട് കേട്ടോ. അതാ സൈഡിലൊക്കെ മൊത്തം വണ്ടികളൊക്കെ കാണാം. ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. പിന്നെ കോവിഡൊക്കെ എല്ലാവരും മറന്നെന്നാ തോന്നുന്നത്. അങ്ങനത്തെ എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ നമ്മളൊരു അരമണിക്കൂറിലുള്ള അവിടെ എത്തും. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം ബാക്കി കാഴ്ചകൾ കാണാം. നമ്മൾ ഇപ്പോൾ അതിസാഹസികമായിട്ട് ചെറിയ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു വണ്ടിക്ക് മാത്രം പോകാൻ പറ്റാതെ. രോഹിത്തെ, ഞാൻ വ്ളോഗ് ചെയ്യുന്ന കാണുന്നില്ല. എന്റെ മോനെ, അതെ അതെ. എടാ നോക്ക് ഒരു 700 മീറ്റർ ഇതിന് മുകളിലേക്കാ. ഇത് അതിഭീകരമായിട്ടുള്ള കയറ്റാണ്. ആ വളവ് നോക്കണം. അതെ, അവർക്ക് പറ്റില്ല. അത് എന്താ പറയാ, അവർക്ക് കല്ലാണ് അവിടെ മുമ്പിൽ. അതിന്റെ ഇടയിൽ കൊണ്ടുകൊടുത്ത കയറ്റം നോക്ക്. അത് അവർ കയറ്റും. അത് ബൈക്കാരുടെ അവകാശമാണ്. എടുത്തോ, ഒതുക്കിയല്ല വണ്ടി ഒതുക്കിയില്ലേ? ഈ സൈഡ് കൂട്ടണ്ട, ഈ സൈഡ് ചെറിയൊരു ഇതുണ്ട്. കുഴി ആനന്ദ്, ഈ സൈഡ് ഒട്ടും കൂട്ടരുത്. കളിക്കല്ല കളി. ചെറിയ ജസ്റ്റ് മിസ്സാണ്. ടയർ ഇങ്ങനെ ഒരു പൊടിക്ക് പോലെ. കഴിഞ്ഞില്ലേ അത്? ഇനി ഒന്നും കൂടി ഇല്ല. അങ്ങോട്ട്. ഓ മാൻ, തണുപ്പ് കുറച്ച് കേറാൻ തുടങ്ങി. എത്താനായതിന്റെ ഒരു 300 മീറ്റർ അകലം. അങ്ങനെ നമ്മളിതാ നമ്മുടെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിന്റെ പേരോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇവർ അയച്ചെന്ന ലൊക്കേഷനിലേക്ക് വെച്ചിട്ട് വന്നതാണ്. ഒരു ഹോം സ്റ്റേ സെറ്റപ്പാന്ന് തോന്നുന്നു. ഇവിടെ മേലെയാണ് ഞങ്ങൾ റൂമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ. അപ്പോൾ ഇതിൻ്റെ മേലെ കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിക്കാം. ഇതാണ് ഞങ്ങളുടെ റൂം. അടിപൊളി സെറ്റപ്പാണ്. ഓ, ഇവിടെ എന്താ 2 പേർക്ക് സുഖസുന്ദരമായിട്ട് കിടക്കാൻ പറ്റുന്നൊരു ബെഡ്. അതിൻ്റെ മേലെ ഒരു സെറ്റപ്പ് ഉണ്ട്. എന്താ നോക്കാം. ജസ്റ്റ് ഇതാ ഇതിലേ ഇങ്ങനെ വേറൊരു ഏട് കൊടുത്തിട്ടുണ്ട്. ഓ, ഇതിവിടെ കിടക്കാനുള്ളൊരു സൗകര്യം കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് രാവിലെ നല്ല വ്യൂ ആയിരിക്കും. കാറ്റില്ല കേട്ടാ, കാറ്റൊന്നും വേണ്ട, നല്ല തണുപ്പായിരിക്കും. അപ്പോൾ ഇവിടുന്ന് രാവിലെ പുറത്തേക്കുള്ള വ്യൂ ഒക്കെ അതിപ്പോൾ രാത്രിയാണൊന്നും കാണൂലല്ലോ. ബാക്കി കാര്യങ്ങൾ രാവിലെ കാണിക്കാം. സമയം 5 മണിയായി. ഞങ്ങൾ രാവിലെ എണീറ്റ് ഇവിടെ സൺറൈസ് കാണാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ ചെറിയൊരു ട്രക്കിംഗ് പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ. ഒരു 20 മിനിറ്റ് മേലോട്ട്, കുന്നിൻ്റെ മേലോട്ട് നടക്കണമെന്നാണ് പറഞ്ഞ്. ഇതെല്ലാവരും റെഡി ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം അല്ലേ. ഞങ്ങൾ ട്രക്കിംഗ് അങ്ങനെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ രാത്രി ആയതുകൊണ്ട് ഒന്നും കാണൂല. കുറച്ച് നേരം വെളുത്തതിന് ശേഷം ബാക്കി കാണാം.
ഞങ്ങളങ്ങനെ കുന്നിൻ്റെ മേലെത്താനായിട്ടുണ്ട്. സൂര്യനിങ്ങനെ ഉച്ച വരുന്നുണ്ട്. ആകാശമൊക്കെ ഇങ്ങനെ ചുവന്ന് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഞങ്ങൾ ഈ മലയുടെ ഏകദേശം മുകളിൽ എത്തിയിട്ടുണ്ട്. ഇനി ചെറിയൊരു ഭാഗം കൂടി കയറാനുണ്ട്. ഇവിടെ നല്ല വ്യൂ ഒക്കെ ഉണ്ട്, നല്ല വ്യൂ പോയിൻ്റ് ആണ്. പക്ഷേ ഇതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ ഇത്ര നന്നായിട്ട് കാണാൻ പറ്റുന്നതാണ് പറയുന്നുണ്ട്. പക്ഷെ കുറച്ച് മേലോട്ട് കയറാനുണ്ട്. നല്ല കാറ്റാണ് കേട്ടോ. രാവിലെ തന്നെ നല്ല തണുപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ കാണുന്ന മലയുടെ മേലേക്ക് നടക്കാൻ പോവാണ്. ഏകദേശം ഇങ്ങനെ നേരെ അടുത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് വഴിയൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട്. പിന്നെ നല്ല കുത്തനെയുള്ള കയറ്റാണ്. ശ്രദ്ധിച്ചു കാണാം. താഴെ എനിക്കൊന്നും വലിയ കൊക്കാന്ന് തോന്നുന്നു. നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. നല്ല അടിപൊളി കയറ്റാണ്. നല്ല കുത്തനെ കയറ്റം. നേരെ എത്തിപ്പെടാൻ ചെറിയ പണിയൊന്നും പോരാ. ഇത് അത്ര വലിയ ദൂരമൊന്നുമില്ല, പക്ഷെ നല്ല കയറ്റാണ്. ഓ എങ്ങനെയുണ്ട്? ഇനിയുണ്ടോ? എത്തിന്ന് വിചാരിച്ചു, ഇനിയുണ്ടെന്ന്. അങ്ങനെ അടുത്തൊരു വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിന് മേലെ കയറി കഴിഞ്ഞാൽ ഇതിനേക്കാൾ നന്നായിട്ട് സൺറൈസ് കാണാൻ പറ്റും. രോഹിത്തൊക്കെ കയറി പോകുന്നുണ്ട്. കുറച്ച് നല്ല പണിയാണ് കയറാൻ. കണ്ടോ, പാറയാണ്, വഴി പോലും ഇല്ല മര്യാദയ്ക്ക്. ഇതിലിങ്ങനെ പിടിച്ച് കയറണം. കുറച്ച് ഹെവി ട്രക്കിംഗ് ആണ്. താഴെ നോക്ക്, വലിയ കൊക്കയാണ്. അതേപോലെ ഈ സൈഡും അങ്ങനെ തന്നെയാണ്. താഴെ കൂടെ നമുക്ക് മൂന്നാറേക്കുള്ള റോഡൊക്കെ കാണാം. അങ്ങോട്ടേക്ക് വണ്ടിയൊക്കെ പോകുന്നത് അത് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ലൈറ്റ് വരാത്തതുകൊണ്ട് അങ്ങനെ റോഡ് കാണുന്നില്ല. എന്തായാലും മേലെ നിന്ന് കാണിക്കാം. രോഹിത് മേലെ നിൽക്കുന്നുണ്ട്. അയ്യോ, നല്ല വഴി പോലും ഇല്ല കേട്ടോ. പാറയിൽ ഇങ്ങനെ പിടിച്ച് കയറാം. ഞങ്ങൾ ഏകദേശം കുന്നിന് മേലെത്താനായിട്ടുണ്ട്. ആനന്ദ അവിടെ ഉണ്ട്. പോവാം എന്തായാലും. ഇതുവരെ വന്നല്ലേ? ഇല്ല. കാണിക്കാം. കുത്തനെയുള്ളൊരു കൊക്കയാണ്. വീണ് കഴിഞ്ഞാൽ പൊടി പോലും കിട്ടൂല. ഇനിയും കയറാനുണ്ടടാ. നല്ല ശക്തിയാണ്. ഞങ്ങൾ ഏകദേശം ഇതിൻ്റെ മേലെ എത്തിയിട്ടുണ്ട്. കണ്ടാ ഈ പാറ. ഇതിന് ചുറ്റും ടോപ്പിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുന്നിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്താറായിട്ടുണ്ട്. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ പോയിന്റ്.
നേരത്തെ കാണിച്ച് പാറയം ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങൾ അങ്ങോട്ടേക്ക് എന്തായാലും പോകുന്നില്ല. സൂര്യനിങ്ങനെ ഉദിച്ച് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടിപൊളി സൺറൈസൊക്കെ കണ്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങാൻ പോവാണ്. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു മേലെ നോക്കുമ്പോൾ. സൂര്യൻ അത്യാവശ്യത മേലെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ല വെയിലാവുന്നതിന് മുന്നേ താഴേക്ക് ഇറങ്ങണം. ഒരു രക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു അതിന് മേലെ, മാത്രമല്ല നല്ല കാറ്റും. പിന്നെ ഇറങ്ങാൻ കുറച്ച് പണിയായിരിക്കും. ഞാൻ നേരത്തെ കാണിച്ചില്ല ഇങ്ങോട്ടേക്ക് വന്ന വഴി. അപ്പോൾ അതേപോലെ അതുകൊണ്ട് നല്ല കുത്തനയിൽ ഇറക്കാം. വീഴാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് അധികം വീഡിയോ എടുത്തുകൊണ്ട് ഇറങ്ങാൻ പറ്റൂല. അപ്പോൾ ഞാൻ ബാക്കി താഴെ എത്തിയതിന് ശേഷം കാണിക്കാം. നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ട ടൈം ലാപ്സ് ഇല്ലേ, അത് ഈ പാറേര മേലെ അവിടെ വെച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ടിട്ടുള്ളത്. കണ്ടോ, ഈ വഴി കൂടിയാണ് നമ്മളിപ്പോൾ ഇറങ്ങി പോകുന്നുള്ളത്. ഭയങ്കര കുത്തനയിലൊരു ഇറക്കാണ്. ഞാൻ കാണിക്കാം. ഇവിടെ താഴേക്കാണെങ്കിൽ നല്ല കൊക്ക. ജസ്റ്റ് ഒന്ന് കാണിക്കാം. കണ്ടോ, താഴേക്ക് വീട് കഴിഞ്ഞാൽ പൊടി പോലും കിട്ടില്ല. നേരത്തെ പറഞ്ഞില്ല, ഇതാണ് നമ്മൾ നേരത്തെ കയറിയ പാറ. അതിപ്പോൾ ആളുകൾ നല്ല കാറ്റാട്ടോ. ഞാൻ പറയാൻ കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല ഈ കാറ്റിൻ്റെ സൗണ്ടിന്. രോഹിത് അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. ആനന്ദ് വാശിയും വരുന്നുണ്ട്. ഇങ്ങോട്ട് വേടാ, കേറി വന്നു. മേലെ മൊത്തം ആൾക്കാർ. ഓ ഭയങ്കരമായിട്ട് നമ്മളിപ്പോ വന്ന വഴിയല്ലാതെ മറ്റൊരു വഴി കൂടിയുണ്ട് എന്നാണ് ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഇവിടുത്തെ പറഞ്ഞത്. ഇതുപോലത്തെ സ്റ്റീപ്പായിട്ടുള്ള കയറ്റം ഇറക്കം ഒന്നും തന്നെയില്ല, ദുർഘടം പിടിച്ച പാതയല്ല. ഈ മല ഇങ്ങനെ കയറി അതുവഴി ഒരു ആദിവാസി കോളനി വഴി താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് താഴത്തെ റോഡിലേക്ക് എത്താൻ പറ്റുന്ന നല്ലത്. പക്ഷെ നമ്മുടെ സ്റ്റേ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആ ഭാഗത്താണ്. ആ ഭാഗത്തായതുകൊണ്ട് നമ്മളിങ്ങനെ കറങ്ങി ചെല്ലുമ്പോൾ ഒരുപാട് ടൈം നമുക്ക് വേസ്റ്റ് ആവും. അതുകൊണ്ട് ഞങ്ങൾ ആ പാത, ആ റൂട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ റൂട്ട് പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ വലിയൊരു ട്രെക്കിംഗ് ഒന്നല്ല, 1.5 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. പക്ഷേ ഇവിടെ ഞങ്ങളുടെ ഒരുപാട് പേര് ഇവിടെ കയറിയിട്ടുണ്ട്. ഇവരാരും തന്നെ എളുപ്പത്തിലല്ല കയറിയിട്ടുള്ളത്, കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് കയറിയിട്ടുള്ളത്. പ്രിഫർ ചെയ്തെങ്കിൽ അത് പ്രിഫർ ചെയ്തോ, കുഴപ്പമില്ല. ട്രെക്കിംഗ് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രിപ്പായിരിക്കും. കുറച്ചുകൂടി സുഖത്തിൽ നമുക്ക് ആ റൂട്ട് വഴി കയറി ചെല്ലാം. എല്ലാവരും അത് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. സൂര്യോദയം കണ്ടിട്ട് എല്ലാവരും നല്ല താഴേക്ക് ഇറങ്ങാൻ പോകുന്നുണ്ട്. ഞങ്ങളെന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങുന്നുള്ളൂ. ഈ ആൾക്കാരെന്തായാലും കമ്മിയായിട്ട് നല്ല ആൾക്കാരുണ്ട്. നല്ല കാറ്റാണ് ഇവിടെ, അതുകൊണ്ട് ഈ സമയത്ത് ഇരിക്കാനും നല്ല സുഖം. എന്താ ഇവരൊക്കെ ഇവിടെ വെറുതെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുന്നുണ്ട്.
ഇതാണ് നമ്മൾ നേരത്തെ ഇരുട്ടത്ത് ഇങ്ങോട്ട് കയറി വന്ന വഴി. നല്ല കുത്തനിൽ ഇറക്കാണ്, പാറാണ്ടോ. ആളുകൾ മെല്ലെ മെല്ലെ പിടിച്ചൊക്കെ ഇറങ്ങുന്നുണ്ട്. ആനന്ദ ശ്രദ്ധിക്കണം. ആനന്ദ നീ വീണ് കഴിഞ്ഞാൽ വൈറൽ. പിടിച്ചു പിടിച്ചിറങ്ങിക്കോ. ഇല്ല അപ്പൊ വൈറലാവൂല, ക്യാമറ മണ്ണിൽ കുത്തി വീഴും. പിടിച്ചു പിടിച്ചിറങ്ങിക്കോടാ, റിസ്ക് എടുക്കണ്ട. കുത്തി ഇറങ്ങിക്കോ. ഇരുന്നിരുന്ന് ഇറങ്ങിക്കോ. ഇരുന്നോ പറയുന്നത് കേട്ടോ. ഇരുന്ന് ഇറങ്ങടാ, അതേ നടക്കൂ. ആ മല്ലേ വരും. എന്താ നല്ല ഇറക്കാണ്. ഞാൻ വരൂടാ. സെറ്റല്ലേ പോലെ. അവിടെ മലയൊരു ഇല്ല വന്നിട്ടില്ല. പുറകിലായിരുന്നു, കൊണ്ട് വയറിലായില്ലാന്നോ. നമ്മളിതാ ആ മലയുടെ മേലെ നിന്നാണ് ഇപ്പം ഇങ്ങനെ ഈ വഴി ഇങ്ങനെ നടന്നിറങ്ങി ഇപ്പോൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന റൂം ഇവിടെ നിന്ന് കാണാൻ പറ്റും. ജസ്റ്റ് കാണിക്കാം. ആ കാണുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അവിടെ നോക്കി കഴിഞ്ഞാൽ ഈ മല ശരിക്കും കാണും. ഞാൻ ഇന്നലെ രാത്രി കാണിച്ചെന്ന ആ ഒരു വിൻഡോ ഇല്ല, അതിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിസാഹസികമായിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും ഇങ്ങോട്ട് കയറുന്നതിനേക്കാളും പണി ഇറങ്ങാനാ. നല്ല രീതിക്ക് സ്ലിപ്പാവുന്നുണ്ട്. ആളുകളൊക്കെ പോയ വഴി കാണാൻ നിങ്ങൾക്ക് കണ്ടോ. ഞങ്ങളങ്ങനെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതാ നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയിട്ടുണ്ട്. നെസ്റ്റ് മിസ്റ്റ് അല്ലേ എൻ്റെ പേര്? നെസ്റ്റ് മിസ്റ്റ്. അപ്പോൾ ആ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ലൊരു വ്യൂ ഒക്കെ ഉള്ളൊരു അടിപൊളി സ്ഥലത്താണ് ഇതുള്ളത്. കാണിക്കാം. നമ്മുടെ ഇന്നലെ കാണിച്ച റൂമില്ലേ, അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ മലയൊക്കെ കാണാം. അപ്പോൾ രാവിലെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കോടയൊക്കെ ഇറങ്ങാനൊക്കെ കാണാൻ പറ്റും. ഇതാണ് ഞങ്ങളുടെ റൂം. ആ വ്യൂ കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്താമല്ലോ. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചെത്തി. ഇനി ഇന്നലെ കാണിച്ച ആ ഒരു മേലെ നിന്നുള്ള വ്യൂ ഒന്ന് കാണാം. ഓ ഭയങ്കര തണുപ്പ്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഇന്നലെ കിടന്നത്. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നുള്ളത്. ഞാൻ നേരത്തെ കാണിച്ച മലയാണ്. അതാ ഈ മലയുടെ ഏറ്റവും ടോപ്പിലേക്കാണ് നമ്മളിപ്പോൾ പോയത്. ഓക്കെ, അതിവിടെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും കാണാനും പറ്റും. അപ്പോൾ ഞങ്ങൾ ഇന്നലെ താമസിച്ച ഈ കോട്ടേജിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങാൻ പോവാണ്. നെസ്റ്റ് മിസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. മൂന്നാറേക്ക് പോകുന്ന ആൾക്കാർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. നമ്മുടെ അടിമാലിക്ക് തൊട്ടടുത്തായിട്ട് വരും. ചെറിയൊരു പൈസക്ക് അത്യാവശ്യം നല്ലൊരു റൂമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. പിന്നെ അടുത്ത് തന്നെ ഒരു ട്രക്കിംഗ് പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു പൈസക്ക് എന്തായാലും ഇത് ലാഭമാണ്. അപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ പോകുന്നുള്ളത് മറയൂർ വഴി കാന്തല്ലൂർ അങ്ങനെയൊക്കെ ആ ഒരു റൂട്ടിലാണ് പോകുന്നുള്ളത്. ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം.